بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. الصحابي كالنجوم فبما اقتديتم اهتديتم أو كما قال رسول الله صلى الله عليه وسلم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. وما توفيق إلا بالله عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله العلي العظيم. എൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ സമസ്ത മുശാവറ അംഗങ്ങൾ, സയ്യിദന്മാർ, ആലിമ്യങ്ങൾ, സദസ്സിൽ സന്നിഹിതരായ ആലിമ്യങ്ങൾ, മുത്താലിമ്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സമത്വ സന്നദ്ധിയുടെ ഭാഗമായി ഉള്ള വിളംബര സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതൃത്വം സുൽത്താൻമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിയ ശേഷം പ്രഖ്യാപിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം, പ്രത്യേകം ആലിമീങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം നിർവഹിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തിനുള്ളിൽ തന്നെ അംബിയായ നബി തങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിക്കുകയും തങ്ങൾ സഹാബത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ ദീന്, അത് അതേ നിലക്ക് നമ്മളിലേക്ക് എത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും വെട്ടിക്കളയുകയും ചെയ്യുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ആ നീക്കം നിങ്ങൾക്കറിയാം. ഇപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു പ്രധാന വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമി. മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, എങ്കിലും ഇപ്പോൾ അത് സജീവമായി രാഷ്ട്രീയത്തിൽ കൂടിയോ ഏതെങ്കിലും നിലക്ക് ഭരണത്തിലേറിയോ അവരുടെ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി കേരളത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹബീബായ നബി തങ്ങൾ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരെ 1,25,000 വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു ഈ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അയച്ചുവെങ്കിൽ നമ്മുടെ നേതാവ് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തിമുൻ നബിയീൻ റസൂൽ റബ്ബിൽ ആലമീൻ, ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ഖാത്തിമുൻ നബിയീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 മുതൽ 63 വരെയുള്ള 23
കൊല്ലത്തെ ത്യാഗോജ്ജലമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധ ദീൻ എത്തിച്ചു. അത് കൺമുമ്പിൽ കണ്ട സഹാബികൾ, അവരെ ഏൽപ്പിച്ചുകൊണ്ട് 63-ാമത്തെ വയസ്സിൽ ഹബീബായ മുത്തനബി തങ്ങൾ നമ്മളിൽ നിന്നും വേർപ്പെടുകയാണ് എങ്കിൽ നബിതങ്ങളെ കണ്ട് മനസ്സിലാക്കിയ, നബിതങ്ങളോടുകൂടി ഒരുമിച്ച് കൂടിയ സഹാബികൾ, തങ്ങളുടെ സംസാരം തങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ട് മനസ്സിലാക്കി അനുഭവിച്ച സഹാബികൾ, അവരെ ചൂണ്ടിക്കൊണ്ടാണ് നബിതങ്ങളെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞത്. എൻ്റെ ശേഷം അവരുണ്ട്, ആ വഴി നിങ്ങൾ തുടരണമെന്ന്. അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത്. അല്ലാഹു നബി തങ്ങളെ ഏൽപ്പിക്കുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പൂർണ്ണമായി, ആ പൂർണ്ണമായി നബി തങ്ങളെ ഏൽപ്പിച്ചു. തങ്ങൾ പരിശുദ്ധമായ ജബൽ റഹ്മത്തിൻ്റെ ചെരുവിൽ അറഫ മൈതാനിൽ വെച്ചു ഹജ്ജിൻ്റെ ദിവസം ഉപദേശിച്ചുകൊണ്ട് സഹാബത്തിനെ ഏൽപ്പിച്ചു. അത് അന്ന് മുതൽ ഇന്ന് വരെയും നിലനിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, സുന്നികളായ നമ്മൾ. ഇൻഷാ അല്ലാഹ് ഇനി ഖിയാമത്ത് നാൾ വരെയും ആ ദീൻ ഇവിടെ നിലനിൽക്കും. ആ നിലനിർത്തേണ്ടുന്ന കർത്തവ്യം അതാത് കാലത്തുള്ള ആലിമീങ്ങൾ, അതുപോലെ തന്നെ ഉമറാക്കൾ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ അള്ളാഹു നൽകിയ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ 1500ഓളം കൊല്ലങ്ങളോളം പരിശുദ്ധമായ ദീൻ ഒരു പോറൽമേൽക്കാതെ ഇവിടെ നിന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും നമ്മൾ നിന്ന് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും ഈ ദീൻ ഇവിടെ നിലനിൽക്കും, നിലനിർത്തും എന്ന് അല്ലാഹു ഏറ്റതാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ പല മഹാനായ, ഞാൻ താജുൽ ഉലമ തന്നെ പറയാം, അദ്ദേഹം അടക്കം, നൂറുൽ ഉലമ അടക്കം, ശംസുൽ ഉലമ അടക്കം, സദഖത്തുള്ള ഉസ്താദ് കൊണ്ടൂരടക്കം എത്രയോ ആലിമ്യങ്ങൾ വന്നു. അവരെ കർത്തവ്യം അവർ നിർവഹിച്ചു, അവർ നമ്മളിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മളെ കാലഘട്ടമാണ്, നമ്മളത് പൂർണ്ണമായും ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഏൽപ്പിച്ച അമാനത്താണ് എന്ന് നാം മനസ്സിലാക്കി. ഉലമാ ഉമ്മത്തി അംബിയാ ബനി ഇസ്രായേൽ, അൽ ഉലമാ വറസത്തുൽ അംബിയ. ആ ബോധം നമുക്കുണ്ടാകണം. ആലിമീങ്ങൾ വളരെ ദൗര്യത്തോടെ, വളരെ മനക്കരുത്തോടെ, വളരെ തൻ്റെടുത്തോടെ, ഏത് ത്യാഗത്തിനും സന്നദ്ധരായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ദീന് പറയണം, പ്രവർത്തിക്കണം. അണികളും ഉമറാക്കളും കഴിവുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും എല്ലാം അതേറ്റെടുത്ത് നടത്തുകയും വേണം, അവരോട് സഹകരിക്കുകയും വേണം. ആ നിലക്ക് വന്നതുകൊണ്ടാണ് ഒരു തിരുത്തലും ഇല്ലാതെ പരിശുദ്ധ ഇസ്ലാം അതേ നിലക്ക് ഇന്നും നിലനിൽക്കുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ഉള്ളാടത്ത് പഠിക്കുന്ന കാലമാണ്. അവിടെ കോളേജ് ഉണ്ടാകണം 1970 കോളേജ് ഉണ്ടാകണമെന്നല്ല. അത് ശംസുൽ ഉലമയാണ് മുസാഫർത്ത് ചെയ്തു, താജുൽ ഉലമാവും. എന്നിട്ട് ശംസുൽ ഉലമ പറഞ്ഞ് ഇവിടെയാണെങ്കിൽ നമുക്ക് ബാക്കിയാത്തിൻ്റെ ഇത് തന്നെ എടുക്കാം, പീരിയഡ് തന്നെ. അവിടുത്തെ പഠന നിലവാരം വളരെ നല്ലതാണല്ലോ, നമ്മൾ അലിമുകളൊക്കെ അവിടെ നിന്നല്ലേ പഠിക്കുക, അവിടുത്തെ സിലബസ് തന്നെ കൊണ്ടുവരാം എന്ന് മൂപ്പനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്,
അങ്ങനെ പരമ്പരാഗതമായി നിന്ന നമ്മുടെ കോളേജുകളിൽ നിന്നെല്ലാം അത് കൊണ്ടുവന്ന് നമ്മുടെ ദർസുകളിൽ അത് സ്ഥാപിച്ചു. ആ സിലബസ് അനുസരിച്ച് നടത്തുവന്ന ആ ദർസുകളിൽ പഠിച്ച ആലിമീങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സിലബസുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ച ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. നമുക്കറിയാം, അങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ആ 100 കൊല്ലം മുമ്പ് അന്നുള്ള ആലിമ്യങ്ങൾ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ബാലവി, AP അഹമ്മദ് മുസ്ലിയാർ പാങ്ങിലടക്കമുള്ള പണ്ഡിതന്മാരാൽ ഇത് വന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ മൈനൂർ, നമ്മുടെ സുൽത്താൻ AP ഉസ്താദ് വഴിയായി ഇന്നുള്ള സുലൈമാൻ അടക്കമുള്ള നമ്മുടെ മുസാഫറം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കടമയാണത് നിലനിർത്തുക. വളരെ ആലോചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു പോറൽ മേൽക്കാതെ സമസ്തകൾ ജമിയത്തുൽമയെ നിലനിർത്താൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്, നിലനിർത്തണം. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് മഹാനായ സുൽത്താൻ ഉസ്താദ് അവറുകൾ പ്രഖ്യാപിക്കും. അദ്ദേഹത്തിനുള്ള ആഫിയത്ത് നൽകട്ടെ. ആ ദിവസവും സ്ഥലവും പ്രഖ്യാപിച്ചാൽ ഇനി നമുക്ക് വിശ്രമമില്ല. സമസ്തയുടെ 100-ാം വാർഷികം ആഘോഷിച്ച് കഴിയുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് നാം എല്ലാവരും ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി സന്നദ്ധരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ 100-ാം വാർഷികം വളരെ ഇസ്സത്തിനായി സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്കും നമ്മുടെ സംഘടനകൾക്കുമെല്ലാം ഇസ്സത്തുള്ള നിലക്ക് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ മഹാസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.